നല്ലോണം തുമ്മ. പറഞ്ഞ കേൾക്കൂലല്ലോ, ആരോട് പറയാ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഫോൺ എടുത്ത് കളിക്കരുത്? എത്ര പറഞ്ഞാൽ പിള്ളേർ കേൾക്കൂല. ഇപ്പൊ പോയാ ഉപ്പാക്ക് രണ്ടെണ്ണം കൊടുക്കറേനുവാ. ഏത് സമയം നോക്കിയാലും ഫോണിൽ തന്നെ. ആ ധന്യ വാടി. തിരക്കില്ല? തിരക്കൊന്നുമില്ലടി. നീ അറിഞ്ഞനാ ആ വേറ്റുമല രാജീവേട്ടൻ്റെ മോൻ ആത്മഹത്യ ചെയ്തു പോലും. എന്തിനാടി? അത് സന്ധ്യ നേരത്തെ ചെക്കൻ ഫോണിൽ കളിച്ചിരിക്കുന്നത്. അന്നേരം ഓറ് ഫോൺ വാങ്ങി വെച്ചിട്ട് ചെക്കനോട് കുളിക്കാൻ പോകാൻ പറഞ്ഞു. കുളിച്ചിട്ടൊന്നും ഇറങ്ങുന്ന കാണായിട്ട് ഡോറ് പൊളിച്ച് നോക്കുമ്പോൾ ചെക്കൻ അതിൻ്റെ അകത്ത് തൂങ്ങിയിട്ട്. ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും പറയാനും പറ്റൂല, അടിക്കാനും പറ്റൂല. അപ്പം പോയിട്ട് ആത്മഹത്യ ചെയ്ത് കളി. ചെറുപ്പം മുതലേ ഈ ഫോണ് കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണ് എല്ലാം ഇങ്ങനെ പറ്റുന്നത്. ഞാൻ ഒന്ന് അപ്പുറത്തെ വീട്ടിലെ സുഷിതേച്ചിനോട് പോയി പറയട്ടെ, ഓർ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഫോൺ കൊടുത്ത് ശീലിപ്പിക്കുന്ന പോലെ ഇവളെ മക്കളായാൽ ഏത് കാലം നോക്കിയാലും ഫോൺ തന്നെയാണ്. നീ ഇനി തിന്നു കഴിഞ്ഞിട്ടില്ല? മുഴുവനും തിന്നു കഴിഞ്ഞിട്ട് ഫോണവിടെ കൊണ്ടേക്കണം. മോളെ റിഫ, മോളെ റിഫ, മോളെ മോളെ റിഫ. റിഫ മോളെ. റിഫ, ഉപ്പാക്ക് ഈ വെള്ളം കൊണ്ട് കൊടുത്തേ. Papa, 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 papa. Kita ada bayang bayi. Papa. Pa, nak? Papa, papa. നല്ലോണം തുമ്മ. പറഞ്ഞ കേൾക്കൂലല്ലോ, ആരോട് പറയാൻ. നീ ഇത് കണ്ട ആരിച്ച എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇന്ന് ഞാൻ എങ്ങനെയാണ് പറയണ്ടേ? നീ ഒന്നും ഉണ്ടായിരുന്നേ ഉപ്പാ, നിങ്ങൾ ഉള്ളിൽ പോയി. നീ എന്തിനാണ് ഇങ്ങനെ കലമ്പുന്നത്? ഒന്നുമില്ല, നിന്റെ ഉപ്പയല്ലേ. ഉപ്പ ഏതുകൊണ്ട് എന്നാണ് പറയുന്നത്? 2 ആഴ്ച മുമ്പ് ഡോക്ടറെ കണ്ടതാ, ശരീരമൊട്ട് ഇറങ്ങണമെന്നാ പറഞ്ഞു. ഉപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല.
നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഫോണെടുത്ത് കളിക്കരുത്. മോളെ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാണ്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞിട്ട് എന്താ കാര്യം?